സൈന്യമില്ലാതെ ഒരു രാജ്യത്ത് സൈന്യാധിപൻ നിലനിൽക്കേണ്ട കാര്യമില്ല. ആ രാജ്യത്തെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതെന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നതെന്നല്ലേ? പുതിയ കാലഘട്ടത്തിൽ സൈന്യമില്ലാത്ത സൈന്യാധിപനായി അസിം മുനീറും രാജ്യമില്ലാത്ത ഭരണാധികാരിയായിട്ട് ഷഹബാസ് ഷെരീഫും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ജനതയ്ക്ക് ഇപ്പോൾ ഇവരെ വേണ്ട. അമേരിക്ക എടുക്കുന്ന നിലപാട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പ്രവിശ്യകൾ, പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിൽ, ഖൈബർ പക്തൂൺഖ്വ മേഖലയിലൊക്കെ ഉയർന്നു വരുന്ന കലാപങ്ങളെ അടിച്ചമർത്താൻ ഇപ്പോൾ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. മാത്രമല്ല, അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ്, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലെ ആ പോരാളികൾ, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അവരുടെ പണം, സാങ്കേതികവിദ്യ, ഇതൊന്നും തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായിട്ടും ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പാർലമെന്റിൽ പറയുന്നു. അതായത് ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ അസിം മുനീറിന് പോലും ഇവിടെ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ സൈന്യം പോലും കടന്നു കയറി അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ സൈന്യം തിരിഞ്ഞോടുകയാണ്. ഇവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പരാജയപ്പെടുത്താനായിട്ട് പാകിസ്ഥാൻ വമ്പൻ പദ്ധതികളുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള ഇമ്രാൻ ദയാൽ അവിടെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ടും വരികയാണ്. ഈ വരുന്ന വഴിയിൽ അജ്ഞാതർ ഇരുചക്ര വാഹനത്തിലെത്തി ഈ ലഫ്റ്റനന്റ് കേണലിന്റെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നു. അതായത് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറുന്നതിന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നതും ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതുമൊക്കെ ഈ ലഫ്റ്റനന്റ് കേണൽ ഇമ്രാൻ ദയാലാണ്. അതായത് അസിം മുനീറിന്റെ വലം കൈ കൂടി നഷ്ടമാകുന്നു. ഇങ്ങനെ അജ്ഞാതർ അവരെ തീർത്താൽ അതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ഇനി ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് ആ മേഖലയെ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുന്നു. അമേരിക്ക ഇന്ത്യയുമായിട്ട് പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നു. ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്ക് 18% തീരുവ ചുമത്തുന്നത്. പാകിസ്ഥാൻ അപ്പോഴും 19%. മാത്രമല്ല, ഈ വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് അമേരിക്ക ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ ചൈനയുടെ കൈവശം ഇരിക്കുന്നതെന്ന് പറയുന്ന അക്സായി ചിഹ്നം, പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് ഒക്കുപ്പൈഡ് കശ്മീരും ഇന്ത്യയുടെ ഭാഗമാണെന്ന് കാണിക്കുന്ന ഒരു പുതിയ മാപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊരു പ്രതീകാത്മകമായ മാപ്പാണ്. സാധാരണഗതിയിൽ POK അല്ലെ കാശ്മീറൊക്കെ വരുമ്പോൾ ഇത് ഡിസ്പ്യൂട്ട് ടെറിട്ടറി അഥവാ തർക്ക പ്രദേശങ്ങൾ എന്നാണ് ഈ മാപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അമേരിക്ക പുറത്തിറക്കിയ പുതിയ മാപ്പിൽ ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്. അതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വേർഷനും. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടും സ്വീകരിക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറി. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് വാലാട്ടിപ്പട്ടികളായിട്ട് പോയ പാക് സൈന്യാധിപൻ അസിം മുനീറും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഈ രാജ്യത്ത് നിൽക്കണ്ട, ഇവിടെ നിന്ന് അവരെ ഓടിക്കണം എന്ന നിലയിലേക്ക് ജനങ്ങൾ മാറുകയാണ്. കാരണം ഇവിടെ നമുക്കറിയാം, പലതവണയാണ് ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക്, വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്, അവിടെ ട്രീറ്റ് നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ബലൂചിസ്ഥാനിൽ ഒരുപാട് അപൂർവ ധാതുക്കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ബോക്സിലാക്കി അതിൻ്റെ സാമ്പിളുകളുമായിട്ടൊക്കെ ചെന്ന് ഈ ട്രംപിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇതെല്ലാം ട്രംപ് കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം പറയുകയാണ്, ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ പാർട്ണർ ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും അധികം ശക്തിയുള്ള, മറ്റ് രാജ്യങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത 4 രാജ്യങ്ങളേ ഉള്ളൂ. ആ 4 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ആ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് സഹകരണമൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യയുടെ അത്രയൊന്നുമില്ല. സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോയാൽ മതി. അപ്പോൾ പാക് ജനത, പാകിസ്ഥാനിലെ സൈന്യമൊക്കെ പറയുന്നത്, ഇത്രയും നാൾ ഡൊണാൾഡ് ട്രംപിന് ഈ പറയുന്ന നൊബൽ പ്രൈസ് കിട്ടണം, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമേരിക്കയെ സുഖിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഈ രാജ്യത്തിനുണ്ടാകുന്നത്? കൂടുതൽ കണക്കടിയിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും അസിം മുനീറിനെയും രാജ്യത്ത് നിന്ന് ഏത് നിമിഷവും ഓടിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യ വമ്പൻ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് വരുന്നു. കശ്മീരിലെ, അതായത് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ ഹിമനദികളിൽ ഉത്ഭവിച്ചൊഴുകുന്ന സിന്ധു നദി, ഈ സിന്ധു നദി ചെനാബ് നദിയിലേക്ക്, അതായത് വെള്ളം ഒഴുകി നിന്ന് ഈ ചെനാബ് നദിയിലെ ജലം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ അവിടെ കൃഷിയൊക്കെ നടത്തുന്നത്. ഈ വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ത്യ സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുകയാണ്. ഈ ജലവൈദ്യുത പദ്ധതി ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കും. 1856 മെഗാവാട്ടിൻ്റെയാണ് ഈ പദ്ധതി. ഉധംപൂർ, റംബാൻ ജില്ലകളിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയും. അതായത് യുദ്ധമില്ലാതെ തന്നെ പാകിസ്ഥാന് കനത്ത ആഘാതമേൽപ്പിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പാക് ഒക്കുപൈഡ് കശ്മീരും അക്സായി ചിഹ്നുമൊക്കെ ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞിട്ടും ഇന്ത്യ പുതിയ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച് പാകിസ്ഥാനെ വരൾച്ചയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചിട്ടും
പാക് ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, പാക് സൈന്യാധിപനായ അസീം മുനീർ, ഇവരൊക്കെ എന്തിനാണ് ഈ രാജ്യത്തെന്നാണ് ചോദിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു, സൈന്യത്തിന് ബലൂജ് പോരാളികളെ നേരിടാൻ പോലും കഴിയുന്നില്ല. ഇതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി. അതായത് ന്യൂനപക്ഷ വിഭാഗമുണ്ട് പാകിസ്ഥാനിലെ, ഷിയ വിഭാഗം. അവരുടെ ഒരു പള്ളിക്ക് മുമ്പിൽ ഒരു ചാവേർ സ്ഫോടനം നടക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റായിട്ടുള്ള ഷർക്കത്ത് മർസിയാവോ അവിടെ സന്ദർശിക്കാനിരിക്കെയാണ് ഈ ചാവേർ ബോംബ് സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ ക്രമസമാധാന നില പൂർണ്ണമായിട്ടും തകർന്നു. സാമ്പത്തിക നില നേരത്തെ തകർന്നതാണ്, ഇപ്പോൾ ക്രമസമാധാന നില കൂടി തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഭരണാധികാരികൾ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ നമുക്കറിയാം ഇസ്ലാമാബാദിലെ ഒരു ജുഡീഷ്യൽ കോംപ്ലക്സിലുണ്ടായ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് ബലൂജ് മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അവിടെയൊന്നും തന്നെ പാക് ഭരണകൂടത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഓരോരുത്തർ കൊല്ലപ്പെടുമ്പോഴും അനുശോചനം അർപ്പിക്കാൻ മാത്രമേ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും കഴിയുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ തന്നെ ഈ തെഹ്രിക്ക താലിബാന്റെ മുൻ മന്ത്രിയുണ്ട് മുഹമ്മദ് അസ്രി. ഈ മുഹമ്മദ് അസ്രി പറയുകയാണ്, US-ന് എല്ലാ കാലവും പാകിസ്ഥാൻ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് 18% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന് 19% താരിഫ് ഏർപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ രീതിയിൽ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും ചൈന പോലും മിണ്ടുന്നില്ല. കാരണം ചൈനയ്ക്കറിയാം ഇന്ത്യ വളർന്നു വരുന്ന വലിയ ശക്തിയാണ്. ചൈനയുടെ ശക്തിയൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കറിയാലോ, 2070 വരെ ചൈന ഒരു വലിയ ആഗോള ശക്തിയായിട്ട് തന്നെ നിലകൊള്ളും. പക്ഷേ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യയും ആഗോള ശക്തിയാകുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത്, ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ വിശ്വസ്തനായ പാർട്ണർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്, പാകിസ്ഥാനല്ല. പാകിസ്ഥാനുള്ള സ്നേഹമൊക്കെ ഉണ്ട്, ഇന്ത്യക്ക് താഴെയാണ് നിങ്ങളുടെ സ്ഥാനം, വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് യോജിച്ച് വന്നാൽ മതി. അപ്പോൾ പാക് ജനത ഒരു കാര്യം തിരിച്ചറിയുന്നു, ഇത്രയും നാൾ ട്രംപ് തങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു, അമേരിക്ക തങ്ങളെ ചതിക്കുകയായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനിൻ്റെ ഒരു ഐക്യദാർഢ്യ ദിനം ആചരിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് കശ്മീർ ഐക്യദാർഢ്യ ദിനം. ഇതിനു വേണ്ടിയിട്ട് രാജ്യത്തിന് പുറത്ത് പലയിടങ്ങളിലും വലിയ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ UK-യിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും ബെൽജിയത്തിലുമൊക്കെ ഇങ്ങനെ ഐക്യദാർഢ്യ ദിനം സംഘടിപ്പിക്കാൻ ശ്രമിച്ച പാക് സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ കശ്മീർ ജനത തന്നെ രംഗത്ത് വന്നു. എന്നിട്ട് പാകിസ്ഥാൻ്റെ എംബസികൾക്ക് മുമ്പിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്നിട്ട് പറയുന്നത്, പാകിസ്ഥാൻകാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതി, കശ്മീരുകാരായ ഞങ്ങൾ സ്വന്തം മണ്ണിൽ സമാധാനത്തോടെ ജീവിച്ചു കൊള്ളാം. അപ്പോൾ കശ്മീരും കൈവിടുന്നു, ഇനി പാക് ഒക്കുപ്പൈഡ് കാശ്മീർ കൂടി ഇന്ത്യ എന്ന് കൈപ്പിടിയിൽ ഒതുക്കുമെന്ന ആശങ്കയിലാണ് പാക് ഭരണകൂടം. അതുകൊണ്ടാണ് അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപന് ഇനി രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുന്നത്. പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനും ഭരണം തുടർന്നു കൊണ്ടുപോകാൻ പ്രതിസന്ധി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന്, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നിന്ന്, പഞ്ചാബ്, സിന്ധ് മേഖലകളിൽ നിന്നൊക്കെ കൂട്ടമായി ഇസ്ലാമാബാദിലേക്ക് എത്തിയാൽ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ ജീവനോടെ നിൽക്കാൻ പോലും ചിലപ്പോൾ അസീം മുനീറിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജ്യത്ത് നിന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ. ഇപ്പോൾ അസീം മുനീർ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്ക ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി UK-ലേക്ക് പോകാൻ പറ്റുമോ? UK-യിൽ എംബസിക്ക് മുമ്പിൽ, പാക് എംബസിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യക്കാരായ കശ്മീർ ജനത ഉയർത്തിയത്. എന്നിട്ട് പറഞ്ഞു, കശ്മീർ ഐക്യദാർഢ്യ ദിനമൊന്നും നിങ്ങൾ ആചരിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ ഓടിക്കുന്നു. കൂടാതെ ഇന്ത്യ വലിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുകയാണ്. 1000 മെഗാവാട്ടിൻ്റെ പക്കൽദൂർ പ്രോജക്റ്റ് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഈ ഡിസംബറോടെ അത് പൂർത്തിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ട്, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായിട്ട് ഇത് മാറും. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ ആരുടെയും സഹായം തേടാനും പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ ജനത എന്നാണ് ഇസ്ലാമാബാദിലേക്ക് കടന്നു കയറി അസീം മുനീറിനെയും അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫിനെയും കൊന്നു കളയുന്നത് എന്ന് പോലുമാണ് ലോകം ഉറ്റുനോക്കുന്നത്, ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അസീം മുനീർ അവിടെ ഇല്ല എന്നാണ്. ഇപ്പോൾ രാജ്യം വിട്ടുപോയോ എന്നൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ ജനത തന്നെ സ്വന്തം രാജ്യത്തെ സൈന്യാധിപനെ അവിടെ നിന്ന് ഓടിക്കുന്നു. പാക് പ്രധാനമന്ത്രിയെ രക്ഷയില്ലാതെ അവിടുന്ന് പലായനം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ രാജ്യമില്ലാത്ത ഭരണാധികാരിയായിട്ട് ഈ പറയുന്ന ഷഹബാസ് ഷെരീഫും സൈന്യമില്ലാത്ത സൈന്യാധിപനായിട്ട് അസീം മുനീറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ ക്രമസമാധാന നില കൂടി തകർന്നതോടെ ലോകത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.